ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്റർനെറ്റിൽ ഒരുപാട് വിവരങ്ങൾ ദിവസവും സെർച്ച് ചെയ്യാറുണ്ട്. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, നമുക്ക് ആവശ്യമുള്ളതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമില്ലാത്തതും പരസ്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമായി മാറാറുണ്ട്. എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇന്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് എടുക്കുക എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എളുപ്പത്തിൽ ഇന്റർനെറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡാറ്റ എങ്ങനെ സെർച്ച് ചെയ്തെടുക്കാം എന്ന് വിശദീകരിക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്റർനെറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ലഭിക്കാൻ വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ തന്നെ ലഭിക്കാൻ ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് ഒരു ബ്രൗസർ തുറക്കാം. ഇപ്പോൾ ഇവിടെ ബ്രൗസർ തുറന്നു വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തരത്തിലുള്ള സൈറ്റുകൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നത് കാണാം. ഇതിനകത്ത് നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ പരസ്യങ്ങൾ വരെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ടാബ്സ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യുക എന്നതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്, അതുകൊണ്ട് കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമ്മൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ തൊട്ടടിയിലായിട്ട് ഓൾ, ഇമേജസ്, ന്യൂസ്, ബുക്സ്, മാപ്സ് തുടങ്ങിയ കാര്യങ്ങൾ കാണാം. ഇതുപയോഗിച്ച് നമുക്ക് നമ്മളുടെ സെർച്ചിനെ ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. ഓൾ എന്ന ടാബിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ സെർച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന വേർഡ്സുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരും. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇമേജ് മാത്രമേ വേണ്ടതുള്ളൂ എങ്കിൽ ഇമേജസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ചിത്രങ്ങൾ മാത്രം വരും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ മാത്രമാണെങ്കിൽ ന്യൂസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂസ് മാത്രം ഇവിടെ പ്രത്യക്ഷപ്പെടും. ഇനി ബുക്സ് ആണ് വേണ്ടതെങ്കിൽ ബുക്സ് മാത്രം ക്ലിക്ക് ചെയ്തെടുക്കാം. ഇന്ത്യൻ പാർലമെന്റുമായി ബന്ധപ്പെട്ട ബുക്കുകളാണിത്. ഇനി മാപ്സ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ മാപ്പിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ മാപ്പ് കിട്ടും. ഇനി ഇവിടെ ഒരു മോർ ഓപ്ഷൻ കാണാം. ആ മോർ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വീഡിയോസ് ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, ഫ്ലൈറ്റ്സ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്. ഈ ടാബുകളൊക്കെ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. വീഡിയോ ആണ് വേണ്ടെങ്കിൽ ഇവിടെ വീഡിയോ സെലക്ട് ചെയ്താൽ മതി. ഇനി ഇവിടെ ടൂൾസ് എന്ന് പറയുന്ന വേറൊന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ വന്നതായിട്ട് കാണാം. എനി ടൈം, ഇവിടെ ടൈം വെച്ചിട്ട് കൊടുക്കാം. പാസ്റ്റ് അവർ, പാസ്റ്റ് 24 അവർ, പാസ്റ്റ് വീക്ക്, പാസ്റ്റ് മന്ത് എന്നൊക്കെ കാണാം. അതിൽ ഏതാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇങ്ങനെ നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്തെടുക്കുമ്പോൾ പരസ്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ തൊട്ടു മുന്നിൽ ഇൻഡെക്സ് ഓഫ് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു കോളൻ കൊടുക്കുക, എന്നിട്ടൊരു സ്പേസ് കൊടുക്കുക, എന്നിട്ട് എൻ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഡെക്സ് ചെയ്ത സൈറ്റുകൾ മാത്രമാണ് ഇവിടെ വരിക. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. അടുത്തത് സെർച്ച് കീവേഡ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും കുറഞ്ഞ വാക്കുകളിലാണ് സെർച്ച് ചെയ്യാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് കൊടുക്കുമ്പോൾ എന്താണ് കുഴപ്പം? നമുക്കറിയാം, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് എഞ്ചിൻ സെർച്ച് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ഓരോ വാക്കുകളെയുമാണ്. അപ്പോൾ ഇന്ത്യൻ എന്ന് സെർച്ച് ചെയ്യും, പാർലമെന്റ് എന്ന് സെർച്ച് ചെയ്യും, ഇന്ത്യൻ പാർലമെന്റ് എന്നും സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഓഫ് എന്ന വാക്കും സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മളുടെ സെർച്ച് റിസൾട്ട് വളരെ വിശാലമായി പോകും. അതുകൊണ്ട് മാക്സിമം വാക്കുകളുടെ എണ്ണം കുറയ്ക്കണം. സെർച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം വാക്കുകളുടെ എണ്ണം കുറയ്ക്കണം. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഇതിനകത്ത് ഒരു ഇൻവേർട്ടഡ് കോമ കൊടുത്തു നോക്കാം. ഇന്ത്യൻ പാർലമെന്റ് എന്നുള്ളത് ഞാൻ ഇൻവേർട്ടഡ് കോമയിൽ ഇടുകയാണ്. അങ്ങനെ ഇടുമ്പോൾ സെർച്ച് റിസൾട്ടിൽ ഉണ്ടാവാൻ മാറ്റം നോക്കൂ. ഇങ്ങനെ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ആ ഇൻവേർട്ടഡ് കോമയ്ക്ക് ഉള്ളിലുള്ള ഭാഗങ്ങൾ ഒരുമിച്ചാണ് സെർച്ച് ചെയ്യുക. ആ സൈറ്റുകൾ മാത്രമാണ് അപ്പോൾ നമുക്ക്
വിസിബിളായിട്ട് വരിക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് എത്താവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം നോക്കാം. നമുക്ക് വേണ്ടത് PDF ആണ്. ഇന്ത്യൻ പാർലമെന്റുമായി ബന്ധപ്പെട്ട PDF ആണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ഫയൽ ടൈപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഒരു കോളൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് PDF ആണ്. PDF എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇന്ത്യൻ പാർലമെന്റ് എന്നാണ്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ PDF ഫയലുകൾ ഇവിടെ കാണാം. മുകളിൽ തന്നെ PDF, ഇത് PDF ആണ്, ഇത് PDF ആണ്, ഇത് PDF ആണ്. ഇങ്ങനെ PDF മാത്രം വരുന്ന രീതിയിൽ സെർച്ച് റിസൾട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് വേറൊരു തരത്തിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഈ ടൈപ്പ് ഫയൽ എന്നുള്ളതിന് പകരം ഞാനിവിടെ ടൈറ്റിൽ എന്ന് ടൈപ്പ് ചെയ്യാണ്. ടൈറ്റിൽ : ഇന്ത്യൻ പാർലമെന്റ്. PDF ഒഴിവാക്കി. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് ടൈറ്റിലിൽ ഇന്ത്യൻ പാർലമെന്റ് എന്ന് വരുന്ന സൈറ്റുകൾ മാത്രം തുറന്നു വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പാർലമെന്റ് നമ്മൾ കൊട്ടേഷനിലിട്ടു. ഇതിന്റെ കൂടെ ഒന്നുകൂടെ സെർച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് പ്ലസ് കൊടുത്തു, അതിനുശേഷം വീണ്ടും കൊട്ടേഷൻ കൊടുത്തു, ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് എന്താണ് വരുന്നത്? ഇന്ത്യൻ പാർലമെന്റും ബ്രിട്ടീഷ് പാർലമെന്റും തമ്മിലുള്ള കമ്പാരിസൺ രണ്ടും കൂടെ കൂട്ടി സെർച്ച് ചെയ്യാണ്. ഇവിടെ ഇൻവേർട്ടഡ് കൊമ കൊടുത്തിട്ടില്ല എങ്കിൽ സംഭവിക്കുക ഈ ഓരോ വാക്കുകളും വേറെ വേറെ സെർച്ച് ചെയ്യുകയും അതിൻ്റെ വ്യത്യസ്തങ്ങളായ റിസൾട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ കമ്പാരിസണോ രണ്ടെണ്ണം ഒരുമിച്ചോ സെർച്ച് ചെയ്യണമെങ്കിൽ ഓരോന്നും ഇൻവേർട്ടഡ് കൊമയിലിടുകയും നടുവിൽ പ്ലസ് ചിഹ്നം ഇടുകയും വേണം. ഇനി നമുക്ക് ഇന്ത്യൻ പാർലമെന്റിനകത്ത് നിന്ന് ഒരു കാര്യം ഒഴിവാക്കുകയാണ് വേണമെങ്കിൽ ഈ പ്ലസ് ചിഹ്നത്തിന് പകരം അവിടെ മൈനസ് ചിഹ്നം ഇട്ടുകൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുന്ന കാര്യം ഒഴിവാക്കി ബാക്കിയുള്ളത് സെർച്ച് റിസൾട്ടിൽ വരുന്നത് കാണാം. ഇങ്ങനെ നമുക്ക് നമ്മളുടെ ഗൂഗിൾ സെർച്ചിനെ പരമാവധി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാക്കി ചുരുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഈ എപ്പിസോഡിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനിയും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.